ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മഷ്റൂം തോരനാണ്. മഷ്റൂം തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ബട്ടൺ മഷ്റൂമാണ്. നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മഷ്റൂം ചെറിയ ചെറിയ പീസസ് ആയിട്ട്, സ്ക്വയർ പീസസ് ആയിട്ട് ഇതുപോലെ ഇതിങ്ങനെ വേവുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് വരും. മുറിച്ചിടുക. അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു 3-4 എടുക്കാം. ഒരു വലിയൊരു സവാള ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മുറിച്ച് സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി ചൂടാക്കുക. ചൂടാകുമ്പോൾ അതിൽ കടുക് പൊട്ടിക്കുക. അതിൽ നമ്മൾ കറിവേപ്പില ഇടുക. കറിവേപ്പിലൊക്കെ പൊട്ടി മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക. മഷ്റൂം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞ ശേഷം മഷ്റൂമിൻ്റെ ഇളം സിമ്മിലാക്കിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കുക. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കുക്കായിട്ട് വരുമ്പോൾ മഷ്റൂമിന് ധാരാളം വെള്ളം വരും. അപ്പം നമ്മൾ ചെറിയ തീയിൽ അത് വേവിച്ച് എന്നിട്ട് അതിൻ്റെ ലിഡൊന്ന് തുറന്ന് വെച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത് തന്നാലെ തന്നെ ഡ്രൈ ആവും. ഒത്തിരി അതിന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഡ്രൈ ആവും. എന്നിട്ട് അതിലോട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി വെക്കുക. അതിലോട്ട് നമ്മൾ ചെറിയൊരു ടീസ്പൂണിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതൊരു ഡ്രൈ തോരൻ്റെ ഒരു പരുവം വരെ നമ്മൾ ഉണ്ടാക്കാം. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയാൽ ഈ ചട്ടിയിലിരുന്നിട്ട് ഈ ഗ്യാസിൻ്റെ ചൂടിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷ്റൂം തോരൻ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. മീനും ചിക്കനും ഒന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു മഷ്റൂം തോരനും മുട്ട ഓംലെറ്റും ഒക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. Thank you for watching my video. Have a nice day. Thank you so much.